കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവങ്ങളും തുടർന്ന് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലോടുകൂടി വന്നതോടുകൂടി തന്നെ ജനത്തിന് എന്താണ് നമ്മുടെ ആരോഗ്യരംഗത്ത് നടക്കുന്നതെന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടു. ആദ്യം ഡോക്ടർ ഹാരിസ് നടത്തിയ വെളിപ്പെടുത്തലിനെ മന്ത്രിമാരും CPM ഉൾപ്പെടെയുള്ളവർ സ്വാഗതം ചെയ്യുന്നതായിട്ടാണ് നമ്മൾ വാർത്തയെ കണ്ടത്. കാരണം അദ്ദേഹം ഒരു ഇടതുപക്ഷ പ്രവർത്തകനാണെന്നാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ നടത്തിയ പരാമർശം അദ്ദേഹം ശത്രുപക്ഷത്തിന് ആയുധം നൽകി എന്ന് പറഞ്ഞതോടുകൂടി തന്നെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരും CPM നേതാക്കളും ഹാരിസിനെതിരായിട്ടുള്ള പ്രചരണങ്ങളുമായി രംഗത്തിറങ്ങിയായിരുന്നു. വാസ്തവത്തിൽ ആരോഗ്യ മന്ത്രി വീണ ജോർജ് തന്നെയാണ് അതിന് മുൻകൈയെടുത്തത്. കണ്ണൂരിൽ PP ദിവ്യ നവീൻ ബാബുവിനെ വകവരുത്തുന്നതിന് വേണ്ടി നടത്തിയ അതേ തരത്തിലുള്ള ശ്രമമാണ് മന്ത്രി വീണയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്നുള്ളതാണ് സത്യം. അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു, 10 വെള്ളിക്കാശിന് വേണ്ടി തന്നെ സഹപ്രവർത്തകർ കൂടി ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുമല്ലോ എന്താണ് ആരോഗ്യ രംഗത്ത് നടന്നതെന്ന്. ആ സൂപ്രണ്ടെന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന ഒരു SFI ഗുണ്ടയാണെന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കണ്ടപ്പോൾ ഡോക്ടറിൽ നിന്നും നമ്മൾ സമൂഹം ഈ രീതി പ്രതീക്ഷിക്കുന്നില്ല.